ആദ്യമായിട്ടാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്. ബട്ട് ഹി വാസ് റെഡി. ഐ എം സോ ഹാപ്പി ഫോർ ഹിം. അവൻ താൻ തെരഞ്ഞെടുത്ത സംഘത്തിന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഡോക്ടർ ഷെറി തെരഞ്ഞെടുത്ത സംഘത്തിന് തന്നെയാണ്. ഞാൻ വിചാരിച്ചത് രണ്ടാമത്തെ പ്രാവശ്യം കർത്താവിനെ കേൾപ്പിക്കണമെങ്കിൽ what I believe God has a purpose. Hallelujah. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു അണ്ടർസ്റ്റാൻഡിങ് യുവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്റെ ആളത്വത്തെ, നിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക എന്ന പരിശുദ്ധാത്മാവിൽ കൂടി നിന്റെ ദാസനിൽ കൂടി നമ്മെ കേൾപ്പിപ്പാനിടയായി. വ്യസനത്തുള്ള മാർഗം ഞങ്ങളുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ ഞങ്ങളെ എത്തിച്ച് യഥാസ്ഥാനപ്പെടുത്തണമെന്നുള്ള ദൂത് കഴിഞ്ഞ ആഴ്ച കേട്ടു. അങ്ങനെ എല്ലാവർക്കും Psalm 139 റെസ്പോൺസിബിലി വാക്യപ്രതി വാക്യമായി പാടാം. ഞാൻ ആദ്യം വായിക്കും. എല്ലാവരും ചേർന്ന് പാടി, മലയാളത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുശേഷം പ്രിയ മോൻ ദൈവം കൊടുത്തിരിക്കുന്ന വചനങ്ങൾ നമ്മോട് സംസാരിക്കും, പ്രബോധിപ്പിക്കുന്നതായിരിക്കും. എല്ലാവരും സങ്കീർത്തനം എടുത്തു എന്ന് വിശ്വസിക്കുന്നു. 139 സങ്കീർത്തനം, സാം ഓഫ് കിങ് ഡേവിഡ്, ദാവീദ് രാജാവിന്റെ ഒരു സങ്കീർത്തനം. എല്ലാവരും എടുത്തു വിശ്വസിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എന്നെ മേൽ വെച്ചിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും? ഞാൻ ഉഷസും ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്നു പാർത്താൽ ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര കരമായവ, അവയുടെ ആകെത്തുകയും എത്ര വലിയത്. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവീ. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? അടുത്ത രണ്ട് വാക്യങ്ങൾ ചേർന്ന് പാടി അവനെ ആരാധിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചെന്ന നിലവുകളെ അറിയണമേ. വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഒത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അമ്മയുടെ ഉദരത്തില് നമ്മെ മനഞ്ഞ കർത്താവിനെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കരവും അതിശയവുമായി നമ്മെ നിർമ്മിച്ച നാഥനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസം തന്നെ ഇരിക്കാമല്ലോ. ഹല്ലേലൂയ. Praise the Lord, everybody. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. പ്രിയമുള്ളവരെ, I thank the Lord for giving me this wonderful opportunity to talk about Psalm 139. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ 139 സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം തന്ന ഈ മനോഹര അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. When I did this psalm, I did not know that Dr. Sharianko was going to do the same song last week. ആമേൻ. ഈ സങ്കീർത്തനം തിരഞ്ഞെടുത്തപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ഷെറിയങ്കിൽ ഇത് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല. But I pray that the words that I speak will be given by God, and the words that you understand, that the words I speak to you will be by God. ആമേൻ. ഞാൻ എന്നാൽ വളരെ പ്രാർത്ഥിപ്പാനിടയായി കർത്താവേ, ഞാൻ സംസാരിക്കുമ്പോൾ ഞാനല്ല, കർത്താവേ അവിടുത്തെ ആത്മാവ് എന്നിൽ കൂടി സംസാരിക്കണം. അത് കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമാകുവാൻ, വിടുതലാകാൻ മുഖാന്തരമാകണമേ എന്ന് ഹൃദയത്തിൽ ആഴത്തിൽ ഞാൻ പ്രാർത്ഥിപ്പാനിടയായി. So when we look to Psalm 139, we can see how much Psalm David praises God all throughout the book.
പ്രിയമുള്ളവരെ, സങ്കീർത്തനം 139 നോക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് എത്രമാത്രം ദൈവത്തെ ആ സങ്കീർത്തനം ഉടനീളം സ്തുതിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. You can see how he praises God for his omnipresence, omnipotence, and all his things are throughout this psalm. ഈ സങ്കീർത്തനം മുഴുവൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ സർവജ്ഞാനത്തെക്കുറിച്ച്, സർവവ്യാപിത്വത്തെക്കുറിച്ച്, സർവശക്തിയെക്കുറിച്ച് എന്തുമാത്രം പ്രസ്താവിച്ച് ദൈവത്തെ ആ സങ്കീർത്തനക്കാരൻ സ്തുതിക്കുന്നുവെന്ന് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. And many times we also do that when we come to Sunday service. As well as it was Thanksgiving this week, we always take the time to praise God for what He has done. പ്രിയമുള്ളവരെ, അതുപോലെ ഞാനും നിങ്ങളും ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച താങ്ക്സ് ഗിവിംഗ് വീക്ക് ആയിരുന്നല്ലോ, നമ്മൾ ജെറുസലേമിൽ വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, അവന്റെ ശക്തിയെ ഓർത്ത്, വ്യക്തിത്വത്തെ ഓർത്ത് നാം അവനെ ആരാധിക്കുക പതിവുണ്ടല്ലോ. Many times we sometimes stop at that praising and don't take the time to come back to God and see how much He has done for us and turn our lives back to Him. പലപ്പോഴും നമ്മൾ വന്ന ചടങ്ങ് നിർവഹിച്ചിട്ട് ആ കണക്ക് കോട്ട കൊടുത്തിട്ട് നമ്മളങ്ങ് തിരിച്ചു പോകും. എന്നാൽ അല്പം കൂടെ സമയം മൗനമായി ചെലവഴിപ്പാനോ, ദൈവം എന്ത് ചെയ്തുവെന്നോ, എങ്ങനെ ഞാൻ അവനോട് ഇടപെടണമെന്നോ, എങ്ങനെ അവനോട് വർത്തിക്കണമെന്നോ നോക്കാതെ ജസ്റ്റ് കണക്ക് കോട്ട, നീ എനിക്ക് നന്മ, ഞാൻ വന്നിട്ട് ആ കോട്ട ഞായറാഴ്ച ഹാജര് അറ്റൻഡൻസ് വെച്ചിട്ട് പോകുന്ന പോലെ വന്നിട്ട് പോകാറുണ്ട്. തുടർന്ന് അവനോടൊപ്പം ചെലവഴിപ്പാൻ സമയങ്ങൾ പലപ്പോഴും ഞാൻ നിങ്ങളും എടുക്കാറില്ല. So today I want to talk about the benefits of praising God as well as how we can go forward after the praising. What to do after. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഈ സംഘത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, തുറന്ന് വന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം തുടർന്നും എങ്ങനെ അവന്റെ സന്നിധിയിൽ അവനെ ആരാധിക്കുന്ന നിങ്ങൾ കഴിച്ചുകൂട്ടാം, അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുമായി സംഘത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. And the first thing we can see that in here is that David goes in depth about everything that God does. It's not just thank you Lord for everything. It's like he goes in detail about every single thing. പലപ്പോഴും നമ്മൾ വന്ന് ദൈവമേ ഒരു 1000 സ്തുതി എന്ന് പറഞ്ഞു പോകുന്ന പോലെ ദാവീദ് ഇങ്ങോട്ട് വന്നിട്ട് കർത്താവേ സ്തുതിയിൽ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് പോകുകയല്ല, അവൻ ഡീപ്പിലേക്ക് ഇറങ്ങുകയാണ്. എന്തുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു, എന്തുകൊണ്ട് നീ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന സങ്കീർത്തനത്തിൽ ആഴത്തിലേക്ക് അവൻ ഇറങ്ങി പ്രസ്താവിക്കുകയാണ്. He takes the time to understand who God is. ഒരു കാര്യം, ദൈവം ആരാണെന്ന് അറിയണം, നീ പഠിക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സമയം പിടിക്കും ദൈവത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. പലരും വന്നിട്ട് ജസ്റ്റ് ട്രിവിയൽ നോളജ് കൊണ്ട് ദൈവത്തെ ആരാധിക്കാവണം. അങ്ങനെ ആരാധിച്ച പോലെ നിന്റെ ദൈവം ട്രിവിയൽ നോളജിനേക്കാൾ വലിയവനാണ്. നിന്റെ ദൈവം റിയലാ. നീ റിയലായിട്ട് നാഥനെ അറിയുമ്പോൾ നിന്റെ ആരാധന മാറും, നീ ആരാധനയ്ക്ക് വരുന്ന രീതി മാറും, നീ ആരാധനയ്ക്ക് വരുമ്പോൾ നീ ഇടപെടുന്ന രീതി മാറും. കാരണം നീ ദൈവത്തെ കുറിച്ച് പലപ്പോഴും തലജ്ഞാനത്തിൽ വന്നിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് ആത്മാവിൽ നീ അവനെ ആരാന്ന് മനസ്സിലാക്കണം ആരാധനയ്ക്ക് വരുമ്പോൾ. So the first point I wrote is that we should know God. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തെ നീ അറിയണം. And when we take the time to remember what God has done, as we talked about earlier, we build a deeper relationship with God. നോക്കൂ, ദൈവത്തെ അറിയുമ്പോൾ എന്തുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ? ജസ്റ്റ് ഉപരിപ്ലവമായ ഒരു ബന്ധമല്ല. ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, അവർ എത്രയോ ദൈവങ്ങളുണ്ട്. എന്നാൽ അവർക്കുള്ള ബന്ധം പോലെ ആയിരിക്കത്തില്ല നമ്മുടെ ദൈവത്തുള്ള ബന്ധം. പിക്കൂലിയർ ജാതിയാകും. ഇതാ തനിച്ച് പറഞ്ഞു, നീ ഡിഫറെന്റ് ആകും, നിന്റെ ആരാധന ഡിഫറെന്റ് ആകും. ലോകം നിന്റെ ആരാധന നോക്കുമ്പോൾ തന്നെ this is something different എന്ന് പറയും. അപ്പം നീ ദൈവത്തെ കുറിച്ച് അറിവിലേക്ക് വരുമ്പോൾ നിന്റെ ആരാധനയും നിന്റെ രീതികളും ദൈവത്തോടുള്ള നിന്റെ അപ്രോച്ചും എല്ലാം entirely different ആകും. So a great example in the Bible is Daniel, and where he becomes a captive and goes to Babylon. He takes the time to understand God. ശ്രദ്ധിക്കണം, അത് ഉത്തമ ഉദാഹരണമാണ്. ദാനിയേൽ എന്ന് പറഞ്ഞ കഥാപാത്രം ബൈബിളില്, അത് കഥാപാത്രമല്ല, കഥയല്ല, റിയൽ ആണ്. ദാനിയേൽ എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾക്കറിയാം എങ്ങനെ അവന്റെ ജീവിതത്തിലെ തകർച്ചകൾ വന്നു, അവൻ എങ്ങനെ അടിമയായി പിടിക്കപ്പെട്ടു, ബാബിലോണിലേക്ക് പോയി. കഥകളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. And how we also go through schools and stuff. We go through grade levels, kindergarten, first grade, second grade, and you can see how this also happens spiritually in Daniel's life. നിങ്ങൾ നോക്കണം, നമ്മളൊക്കെയും ജീവിതത്തിൽ പഠിക്കുന്നവരാണ്. ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് കിൻഡർഗാർട്ടനിൽ തുടങ്ങി, പിന്നെ ഗ്രേഡ് സ്കൂളിലേക്ക് കടക്കാൻ തുടങ്ങി, പിന്നെ ലോവർ പ്രൈമറി, മിഡിൽ സ്കൂള്, ചെയ്യുന്ന ഹൈസ്കൂള്, ഇപ്പോൾ കോളേജിൽ പോകുന്ന, അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദാനിയേലും തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൂടി പഠിക്കുകയാണ്. So in Daniel chapter 1, if you look through it quickly, you can see that Daniel's in this kindergarten stage, understanding God is a caring God. If you looked at that chapter, you can see how he refuses to eat the meat that was given by the king, and God helped him
grow in stature with just vegetables. So he understands it's just the caring of God. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നിങ്ങൾ എന്നെ കൂടെ നടക്കണം. കുഞ്ഞു പറയാത്ത ചില കാര്യങ്ങൾ ആത്മാവതിനകത്തുള്ളത് കൊണ്ട് പറയുകയാണ്. നിങ്ങൾ ദാനിയേലിന്റെ 1-ാം അധ്യായം ദാനിയേലിന്റെ പുസ്തകത്തിൽ നോക്കണം. അവിടെ നിങ്ങൾ കാണുന്നു, അവൻ രാജാവ് കഴിക്കുന്ന ഭോജനം കണ്ടോ, അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടോ തന്നെത്താൻ എന്ത് ചെയ്യത്തില്ല, അശുദ്ധമാക്കുകളും ഇല്ലെന്ന് ദാനിയേൽ എന്ത് ചെയ്യുക, ഉള്ളത്തിൽ തീരുമാനമെടുക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തീരുമാനം, അതായത് നാടോടുമ്പോ നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് അമേരിക്ക പോയി അമേരിക്കക്കാരനായിരിക്കണം, നാടോടുമ്പോ നടുവേ ഓടണം, ചേരയെ തിന്നവിടെ നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുത്തുണ്ണം തിന്നണമെന്ന് പഠിപ്പിക്കുന്ന ഈ ലോകത്തില് നിങ്ങൾ ദാനിയേലിനെ നോക്കുമ്പോ കൂടെയുള്ള മനുഷ്യരെല്ലാം സ്വന്തം അതിനോട് ട്രെൻഡിനോട് മിങ്കിൾ ചെയ്ത് പോകുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു ദാനിയേലിനെ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങള് ദാനിയേൽ പഠിച്ച പഠിത്തം എളുപ്പമല്ല. നിങ്ങൾക്കത് കഴിയുമോ? എന്തുകൊണ്ടാണ് ദാനിയേല് കൊച്ചു കുഞ്ഞായി ജനിക്കുമ്പോൾ അവന്റെ കണ്ണിന് മുമ്പിൽ അവന്റെ അമ്മയപ്പന്മാർ കൊല്ലപ്പെട്ടു. കാരണം ബാബിലോണിയ രാജ്യം സാമ്രാജ്യം വന്ന് ആക്രമിച്ചപ്പോൾ എല്ലാവരെയും കൊന്ന് ചോരപ്പുഴകെ ഒഴുകിയിൽ നിന്ന് അവിടെ പിള്ളാരിൽ മിടുക്കന്മായവരെ തെരഞ്ഞു പിടിച്ചോണ്ടാ പോകുന്നത്. കണ്ണിന് മുമ്പിൽ ദൈവം നല്ലവനെന്ന് പറയാൻ യാതൊന്നും ഇല്ലാതിരിക്കുന്നിടത്താണ് ദാനിയേൽ. നിങ്ങൾ ഓർക്കണം, അപ്പനില്ല അമ്മയില്ല, അപ്പനെ അമ്മയെല്ലാം കൊന്നു കണ്ണുമ്പിൽ നശിപ്പിച്ചത്. ബൈബിൾ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കുഞ്ഞുങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ ദേവാലയമെല്ലാം തകർത്ത് യെരൂശലേം മുഴുവൻ ചോരപ്പുഴകെ ഒരുക്കി ഈ ബാബിലോണിലെ സ്വന്തം സൈന്യങ്ങൾ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവന്റെ മുമ്പിൽ ദൈവത്തോട് കയ്പ് മാത്രമുള്ളവനായിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഡു യു നോ യുവർ ഗോഡ്? നിന്റെ ദൈവത്തെ നിനക്ക് അറിയാമോ? പ്രതികൂലം വരുമ്പോൾ നിന്റെ മുഖം നീണ്ട മുഖമാകത്തില്ലേ, കറുത്ത മുഖമാകട്ടെ, പിന്നെ പ്രൈസ് ഇല്ല, സ്തോത്രമില്ല, ആരാധനയ്ക്ക് വരാൻ ഉത്സാഹമില്ല, പിന്നെ ഒരു ജസ്റ്റ് ഒരു യന്ത്രം പോലെ, ഒരു മെഷീൻ പോലെ നീ വരുന്നല്ലാതെ. ഇവിടെ നോക്കണം, നാടെല്ലാം ഒരു ഒഴുക്കിന് പോകുമ്പോൾ ദൈവത്തോട് സ്നേഹമൊന്നും തോന്നണ്ടാതിരിക്കുന്ന ദാനിയേൽ പറയുക, ഇല്ല, ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. ശരിയാ, കഷ്ടത വന്നു, തകർച്ച വന്നു, വേദന വന്നു, എന്റെ കുടുംബം എല്ലാം താറുമാറായി, എന്റെ ദേശം പോയി, ഞാൻ അനാഥനാണ്, അടിമയാണ്. പക്ഷേ ദൈവത്തിന്റെ പ്രമാണം വിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല. അത് കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ അവൻ അറിഞ്ഞു. And when we understand that he took the step of faith, even though he was still in the early levels of his life, he still knew that there's a God who cared for him and would care for him as he took a step. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും തകർച്ചകളുടെ മധ്യത്തില് അവൻ വിശ്വാസത്തിന്റെ ചുവടെടുക്കാൻ തീരുമാനിച്ചു. കാരണം അവൻ അറിഞ്ഞ ദൈവം, സ്വന്തം ചെയ്യുന്ന റിയൽ പ്രസന്റ് അനുഭവം കൊണ്ട് ദൈവം കൂടെയില്ലെന്ന് തോന്നുന്ന സാഹചര്യമാണ് എപ്പോഴും. എന്നാൽ അവൻ അറിഞ്ഞൊരു ദൈവമുണ്ട്. ഇസ്രായേലിന്റെ ദൈവത്തെ അവൻ അറിയാം. ആ ദൈവത്തെ അവൻ ആഴത്തിൽ അറിഞ്ഞതുകൊണ്ട് സാഹചര്യങ്ങള്, സർക്കംസ്റ്റൻസ് അവന്റെ ആരാധനയെ സ്വാധീനിക്കാൻ അവൻ സമ്മതിച്ചില്ല. ചുറ്റുപാട് ഞാൻ ചിന്തിക്കുക, എന്റെ ആത്മാവിൽ ഞാൻ കാണുകയാണ്, ജഡം അവനെ വല്ലാതെ ഇടിക്കുമ്പോൾ, എന്തിനെ ആരാധിക്കാൻ ചോദിക്കുമ്പോൾ, പിശാച് വല്ലാതെ കുത്തുമ്പോൾ അവൻ തീരുമാനിക്കുക, ഐ ആം ടേക്കിംഗ് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. ശരിയാ, ജീവിതത്തിൽ എല്ലാം എതിരാ, പ്രതികൂലമാ, എന്റെ ദൈവത്തിന് വേണ്ടി തകർച്ചയിൽ ഞാൻ വിശ്വാസത്തിന്റെ ചുവടെടുക്കാൻ പോവുകയാണ്. ഞാൻ രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും അവൻ കുടിക്കുന്ന പാനീയം കൊണ്ടും എന്നെ തന്നെ അശുദ്ധമാക്കില്ലെന്ന് വിശ്വാസത്തിന്റെ ചുവടുവെപ്പ് അവൻ എടുക്കാനായിട്ട് അവൻ തീരുമാനിക്കുന്ന ചിത്രം നിങ്ങൾ കാണാം. അത് ദൈവത്തെ കുറിച്ചുള്ള അവന്റെ അറിവിന്റെ ആഴം കൊണ്ടാണ്. And to fast forward, as when we go to the second and third chapter, you can see how he goes to the first and second levels of his schooling. And in first grade, you can see that he understands that God is a prayer listening God. അടുത്ത 2-3 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ അവന്റെ വിശ്വാസത്തിന്റെ ചുവടുകൾ വർദ്ധിക്കുകയാണ്. ഓർത്തോണം, കഷ്ടങ്ങൾ കൂടിയാണ് പലരുടെയും ജീവിതം ആരംഭിക്കുന്നത്. പകൽക്കാലം ഫേസ്ബുക്കിൽ എടുക്കുകയാണെന്ന് കേൾക്കുന്ന ആരെങ്കിലും, കുഞ്ഞെ, ജീവിതം പട്ടുമത്തയല്ല. എല്ലാവരും വാ യേശുവെങ്കിൽ വാ, വന്നോ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാ. കഷ്ടങ്ങൾ കൂടിയാണ് പ്രാണനായകനെ തികഞ്ഞവനാക്കിയെങ്കിൽ നിന്നെയും കഷ്ടങ്ങൾ കൂടി തികഞ്ഞവനാക്കാൻ കർത്താവിന് പ്രസാദമാ. കാരണം ദൈവം നിനക്ക് ദോഷമായിട്ട് ഇന്ന് പകൽ ഇവിടെ ആരാധനിക്കിരിക്കുന്ന ആരെങ്കിലും തീച്ചൂളയിൽ കൂടെ പോകുന്നത്, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല. ദാനിയേലിനെ കണ്ട വഴിക്ക് ആദ്യത്തെ ചാപ്റ്റർ വിശ്വാസത്തിന് ഒരു സ്റ്റെപ്പ് എടുത്ത് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, തകർച്ചകളുടെ മധ്യത്തിൽ, അടുത്ത വീണ്ടും അവന്റെ പഠനം, ദൈവത്തെ കുറിച്ചുള്ള അറിവ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക. അതാണ് ആത്മാവിനോട് സംസാരം. നിന്റെ വിശ്വാസം വളരണം. വിശ്വാസി എന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കാനല്ല. You have to grow in faith. The Holy Spirit
കണക്ഷൻ നിങ്ങൾ ചിന്തിക്കുക. അവൻ ജോഷുവായോട് ഞാൻ സംസാരിച്ചില്ല. ഇന്ന് രാവിലെ ഒന്ന് വചനം ഞാൻ കൃഷിമോൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവൻ എക്സാക്ട്ലി ദീസ് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഐ ബിലീവ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അവർ മിഡ്സ്റ്റ്. നമ്മുടെ മധ്യത്തിൽ ആൾക്കാരില്ലായിരിക്കാം, പരിശുദ്ധാത്മാവ് ചന്ദനത്തോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നോക്കൂ, നീ സ്പിരിച്വലി ഗ്രോ ചെയ്യണം. 1-ാം അധ്യായത്തിൽ വിശ്വാസത്തെ ചുവടുപ്പെടുത്തു. ഞാൻ ഒഴുക്കിനെതിരെ നിന്ന്. അടുത്തത് അവൻ പ്രാർത്ഥനയിൽ വളരുക. പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഓരോ 3-ാം അധ്യായത്തിലും അടുത്ത വിശ്വാസത്തിന്റെ ലെവലിലേക്ക്. അതുകൊണ്ട് ദൈവം ആകെ കുഞ്ഞെ, നീ എന്നും അവൻ കിൻഡർ ഗാർഡൻ ഇരിക്കാനായിട്ട് നിന്നെ വിളിച്ചതല്ല. നീ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് എന്നും ആദ്യ ഉപദേശം രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, മാനസാന്തരപ്പെടണം. അവൻ സ്വതം ചെയ്യുന്നു സ്നാനങ്ങളുടെ ഉപദേശം. അവൻ സ്വതം അവിശുദ്ധിയുടെ ഉപദേശം ഇല്ല. കർത്താവ് മടങ്ങി വരുമെന്നുള്ളത് അതിനകത്ത് നിൽക്കാനല്ല. നീ ക്രിസ്തുവാകുന്ന തലയോളം വളരത്തക്കവണ്ണം ഒരു ഗ്രോത്ത് നിന്റെ ഫെയ്ത്തിൽ വേണം. അതാ ദാനിയേലിന്റെ 2nd chapter ആയപ്പോൾ നെക്സ്റ്റ് ഗ്രോത്ത്, 3rd chapter ഗ്രോത്തിന്റെ സ്റ്റെപ്സ് കാണാൻ കഴിയും. Amen. We see that Daniel is praying to God to reveal the dreams of Nebuchadnezzar, and God answered his prayer. നോക്കണം, ഞാൻ പ്രാർത്ഥിക്കുക ദൈവത്തോട്, കർത്താവേ, നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. ഇതിനു മുമ്പ് ഞാൻ ഇന്റർപ്രിട്ടേഷൻ ഒന്നും നടത്തിയിട്ടില്ല. അവൻ പറഞ്ഞില്ലേ ജീവൻ പോകും. എന്റെ മാത്രമല്ല, വിശുദ്ധി നിൽക്കുന്ന ലോകത്തിന്റെ കൂടെ ഓടുന്നവരുടെ വിഷയമല്ല. അവൻ വിശുദ്ധി നിൽക്കുന്നവരുടെ ജീവൻ പോകും. കർത്താവേ, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ അടുത്തപ്പെടില്ലേ. ഇതിനു മുമ്പ് അവൻ പ്രവചിച്ചിട്ടില്ല. അവൻ്റെ പ്രവാചകനായിരുന്നില്ല, പ്രവാചക ശിഷ്യനായിരുന്നില്ല. അവന്റെ അപ്പം പ്രവാചകനാണെന്ന് ബൈബിൾ പറയുന്നില്ല. പാരമ്പര്യമായിട്ട് കണ്ടുപഠിക്കാൻ യാതൊന്നുമില്ല. പക്ഷെ അവൻ പറയുക, പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. എനിക്ക് സ്വപ്നം നീ എന്ത് ചെയ്യണം, വെളിപ്പെടുത്തി തന്നെ. ഞാൻ എന്നെ വിശ്വസിക്കുക, ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യുക. എന്നെ സഹായിക്കാൻ ആരുമില്ല. അവൻ സ്വപ്നം ചെയ്യുന്നു എങ്കിലും അവൻ കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ ഇടയായിത്തീർന്നു. അപ്പൊ വിശ്വാസത്തിൽ അടുത്ത പ്രാർത്ഥനയിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ അസാധ്യമായി നിൽക്കുന്ന വിഷയം എനിക്കറിയത്തില്ല. അവൻ സ്വപ്നം ചെയ്യുന്നു. എന്താ നീ സ്റ്റംബിൾ ചെയ്യുന്ന നാളുകളായി പ്രാർത്ഥിച്ചു കിട്ടാത്ത വിഷയം? ദാനിയേലിനെ നോക്ക്, വിശ്വാസത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അവൻ പോവുകയാണ്. Man, and I want to go through it quickly. When we go to 2nd grade, he goes to God is a secret revealing God. And in 3rd grade, you can see how God is a God who comes to the fire, where Shadrach, Meshach, and Abednego was put into the fire. You can see how God was there with them. Amen. അടുത്തതായി വചനം നമ്മൾ വായിച്ചു കൊണ്ടുപോകുമ്പോൾ നോക്കണം, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ അധ്യായത്തിലേക്ക് പോകും. രഹസ്യങ്ങളെ, കുഞ്ഞെ, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, നിനക്കറിയാത്ത സീക്രട്സ്. അവൻ സ്വന്തം ഇന്ന് നിന്റെ ജീവിതത്തിൽ ഞാൻ എന്താ ഇതിനകത്തോട് പോകുന്നത്? കർത്താവ്, എവിടെ ഞാൻ പോയി? എങ്ങനെ ചെയ്ത കാര്യങ്ങൾ നേരെയാകും? എങ്ങനെ ഇന്ന് ശത്രു എൻ്റെ പൊസഷൻ, എൻ്റെ അവകാശം, എൻ്റെ ടെറിട്ടറിയിൽ അവന്റെ ക്ലെയിം വെച്ചേക്കുക. അവന്റെ ദണ്ട്, അവന്റെ അധികാരത്തിന്റെ ദണ്ട് അവൻ അവകാശത്തിന് ഇരിക്കുക. അതെങ്ങനെ മാറുന്നത്? വാട്ട്സ് സീക്രട്ട്? അതെന്തുകൊണ്ടാ കർത്താവേ? അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തണം. എന്താ ഇത് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്? എന്താ ആത്മീയത്തിൽ മുന്നേറാൻ പറ്റാത്തത്? എന്താ ഞാൻ പ്രൊമോട്ട് എപ്പോഴും ഒരു ചുവട് മുമ്പോട്ട് പോക്കാം, 3 ചുവട് താഴോട്ട് തന്നെ വലിക്കുന്ന? എന്താ? നീ പ്രാർത്ഥിച്ചാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. 2ാമത്തെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചും പ്രാർത്ഥിക്കാൻ അവൻ അടുത്ത പാഠം അവൻ പഠിച്ചു. അവൻ 3ാമത്തെ പാഠത്തിൽ അവൻ കാണുന്നത്, അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കൂട്ടുകാരുടെ തന്റെ പ്രാർത്ഥന, അവൻ ഫെലോഷിപ്പ് വീരന്മാരുടെ ജീവിതത്തിൽ താൻ അവിടെ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും തന്റെ കൂട്ട സഹോദരന്മാരുടെ ജീവിതത്തിൽ അവൻ തീച്ചൂളയിൽ ഇറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ചുള്ള പാഠവും അവൻ പഠിച്ചു. അതുകൊണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ അവരെ കുറിച്ച് രേഖപ്പെടുത്തുവാൻ മുഖാന്തരമായത്. അവൻ സ്വപ്നം ചെയ്യുന്നു. അവൻ തകർച്ചകളില് വെളിപ്പെടുത്തുന്ന ദൈവം മാത്രമല്ല, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന മാത്രമല്ല, നീ തീച്ചൂളയിൽ വീണാൽ അവൻ ഫോർത്തായിട്ട് നിന്നോടുകൂടെ തീ നിന്നെ ദഹിപ്പിക്കാതെ, തകർച്ച നിന്നെ തകർത്ത് കളയാതെ, അവൻ വേദന നിന്നെ അവൻ പൊളിച്ചു കളയാതെ നിന്റെ കൂടെ ഇറങ്ങി വരുന്ന അവൻ ഫോർത്ത് വണ്ണായ ദൈവം. അത് ലാസ്റ്റ് മൊമെന്റില് നീ ചിന്തിക്കാത്ത വേളയിൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പാഠവും അവൻ 3ാമത്തെ അധ്യായത്തിൽ പഠിച്ചു. So when he goes to after the next chapter, he goes to the lion's den. He's so confident to the king, and he has a lot of history behind him. And whereas when we go through struggles, we like, oh, God was caring to me a while ago. But when we have a lot of time with God, when we take time to think about how God has blessed us, how God has praised us, we build our connection with God, our relationship with God, and then we can know that God has helped me all throughout my life with individual stuff, so that God is still able to travel through. അടുത്ത 4ാം അധ്യായത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക്
അടുത്ത വീണ്ടും കഷ്ടങ്ങൾ വരികയാണ്, ഉന്നതികളുടെ പ്രതികൂലം. എമ്മാലിക്ക് നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ഉണ്ടെന്ന് ഓർത്തണം. കുഞ്ഞെ, ഇന്നലത്തെ പ്രശ്നം കൊണ്ട് നിന്റെ പ്രശ്നം തരുന്നില്ല, ഇന്ന് നീ വിടുതല കിട്ടി, അടുത്ത വീണ്ടും വരുക പ്രശ്നവുമായിട്ട്. എന്നാൽ ദാനിയേൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അവന്റെ പാഠം, അവൻ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്ന പാഠം അവനെ എപ്പോഴും അവൻ സ്റ്റില്ലാക്കി നിർത്തി. അതായത് അവൻ തനിക്കെതിരെ വിധി എഴുതി എന്ന് ദാനിയേല് കണ്ടു. നമ്മൾ അവനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഉപവാസം പ്രഖ്യാപിക്കും, ഇമ്മീഡിയറ്റ് വിളിച്ചെല്ലാവരെയും കിട്ടും. നോ, അവൻ പാഠത്തിൽ 1-ാം പാഠം 2-ാം പാഠം 3-ാം പാഠം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, അനാഥനായി വിടാത്തൊരു ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല, ഇന്നലകളിൽ നിങ്ങളെ നടത്തിയ ദൈവം ഉണ്ടെന്ന് ഇന്ന് പ്രശ്നം വരുമ്പോൾ ഇന്ന് നമ്മൾ അപ്സെറ്റ് ആകുകയാണ്, അൺസ്റ്റിൽ ആകുക. എന്നാൽ ദാനിയേൽ അങ്ങനെയല്ല. അവൻ തനിക്കെതിരെ രേഖ എഴുതി എന്ന് കണ്ടിട്ട് കൂടുതൽ പ്രാർത്ഥിച്ചില്ല, കുറച്ചു എന്ത് ചെയ്തില്ല, അവൻ സ്റ്റിൽ ഇൻ ഫെയ്ത്ത്. കാരണം അവൻ അറിയാം, ഞാൻ ദൈവത്തിന്റെ വഴികളിൽ ദൈവപ്രമാണത്തിൽ നടക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം. അവൻ പതിവ് പോലെ അവൻ പതിവ് എന്ന് പറയുമ്പോൾ അത് ഒരു റിച്വലിസ്റ്റിക് ആയിരുന്നില്ല, അറിഞ്ഞുള്ള ആരാധനയായിരുന്നു. അവൻ പതിവ് പോലെയാണ് അവൻ ചെയ്യുന്നതെങ്കിലും അവൻ ഒന്നും ഇൻക്രീസോ റെഡ്യൂസോ ചെയ്യാതെ ദൈവത്തിൽ വളരുന്ന, അവൻ സ്റ്റില്ലായി നിൽക്കുന്നത് മെച്ചൂരിറ്റി, സ്പിരിച്വൽ മെച്ചൂരിറ്റി എന്ന് പറയും. അതുകൊണ്ട് ആ കർത്താവ് ആഗ്രഹിക്കുന്നത് വിശ്വാസികൾ എന്നും ഹോട്ടും കോളുമായിട്ടൊരു വിശ്വാസിയായിട്ടായിരിക്കില്ല, എന്നും നീ മെച്ചുവറായിട്ടിരിക്കുന്ന വിശ്വാസിയായി നീ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നോക്കണം, അവൻ സിംഹക്കുഴിയിൽ വീഴാൻ പോകുമ്പോഴും അവൻ പതിവ് പോലെ ഓടി. ഇപ്പൊ പണ്ടാണെങ്കിൽ പ്രശ്നം വന്നപ്പോൾ ഓടി ശത്രുഘ്നെ മേശിനെ അവർ ഇരുന്നാട്ട് പതിവ് പോലെ വീണ്ടും യേശുവിനെ തിരിഞ്ഞിട്ട് അവൻ മുഴങ്കാലം മടക്കി. ആൾക്കാർ നോക്കിക്കുന്നു, പിടിക്കണം, പ്രാർത്ഥിക്കണം എന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസം, നിന്റെ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് എങ്ങനെയാണ്? നിനക്ക് നീ ആരാണെന്ന് വല്ല അറിവുണ്ടോ? അതോ ലോകമനുഷ്യനെ പോലെ, ഇല്ലെങ്കിൽ വിശ്വാസിയായിരിക്കുന്ന നീ ലോകമനുഷ്യനേക്കാൾ അധമനായിട്ടാണോ ഓടുന്നത്? കാരണം ലോകമനുഷ്യൻ ആ പ്രശ്നം വരുമ്പോൾ പ്രാന്തനെ പോലെ അങ്ങും ഇങ്ങും എല്ലാം ഓടുന്നത്. ഇന്ന് പകൽക്കാലം ഹൗ ഈസ് യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്? നോക്കണം, 4-ാം പാഠത്തിൽ വരുമ്പോൾ സിംഹക്കുഴി വിടാൻ പോകുന്ന ദാനിയേൽ സ്റ്റിൽ ഇൻ ഫെയ്ത്ത് ആണ്. Amen. And when we look through his life, we can see how while he starts foundational in the kindergarten level, when he says God is a caring God, towards the end he connects a personal relationship with God as saying he is a God who comes to the fire. Many times in our life, we're still in that foundational stage, like God is a caring God. But when somebody asks you, why do you believe in God? We sometimes say, we have many times it's hard to show a personal side to it. But if you ask Daniel, he can show you all the history where God has helped him through. പലപ്പോഴും അവൻ ലോകമനുഷ്യരുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ ഉത്തരമില്ലാതെ നീ ബപ്പടിക്കുമ്പോൾ നീ ദാനിയേലിനെ ഒന്ന് നോക്കണം. ആദ്യം അവൻ സ്വന്തം കരുതുന്ന ഒരു ദൈവത്തെ കെയർ ചെയ്യുന്ന അവന്റെ വഴികൾ നടന്നാൽ അവന് പ്രയോറിറ്റി കൊടുത്താൽ, യെസ്, ഗിവിംഗ് പ്രയോറിറ്റി ടു ഗോഡ്, ദൈവത്തിന് മുൻഗണന കൊടുത്ത് അവന്റെ വഴികൾ നീ ഇഷ്ടപ്പെട്ടാൽ നിന്നെ കരുതുന്നൊരു ദൈവം മറ്റുള്ള രാജാവിന്റെ വഴികൾ പോയി ഈ ലോകത്തിന്റെ പ്രൊവിഷൻസും ഈ ലോകത്തിന്റെ പ്രൊട്ടക്ഷൻസും ഈ ലോകത്തിന്റെ ജ്ഞാനവും ഒക്കെ തേടി ഓടിപ്പോയ തന്റെ കൂടെയുള്ള കൂട്ടു സഹോദരന്മാർക്കോൾ ഇവൻ കഴിച്ചത് ശാഖപാത്രവും പച്ചവെള്ളവും ആണെങ്കിലും ദൈവത്തിൽ വിശ്വാസമുള്ള ശാഖപദാർത്ഥവും പച്ചവെള്ളവും അവരൊറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി പേര് കൂടപ്പാടാനും വെള്ളത്തിൽ പൂട്ടാനും ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രാജാവ് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ മറ്റവരെക്കാൾ 10 മടങ്ങ് they were beautiful, they were knowledgeable. In the പകൽക്കാലം, since you don't give priority to God, you are mediocre believer. നീ ഇന്നൊരു mediocre, നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. പക്ഷെ if you would honor God, നീ ദൈവത്തെ നീ ആദരിച്ചാൽ അതിനുശേഷം പേഴ്സണൽ ഗോഡായിട്ട് അടുത്ത അധ്യായത്തിൽ അറിയാം ഇറങ്ങി വരുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. പ്രാർത്ഥിച്ചാൽ തന്റെ ഭക്തന്മാര് തകർന്നു പോകാൻ സമ്മതിക്കാതെ സീക്രട്സിനെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുക, ദൈവത്തിൽ അവൻ വളരുക, ദൈവത്തിൽ അവൻ പുകഴുക, അവൻ സ്ഥിരനായി നിൽക്കുകയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. There's so much we could talk about knowing God. It goes on forever. But I want to turn back to Psalm 139 and talk about the second point of what's the benefit of praising God. അങ്ങനെ പോയാൽ എനിക്ക് മണിക്കൂറുകളിൽ നിന്ന് വർണ്ണിക്കാൻ കഴിയുമെന്നല്ല. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഈ സംഘത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ദൈവത്തെ സ്തുതിക്കുന്നതിൽ കൊണ്ട് നിനക്കുണ്ടാകുന്ന പ്രത്യേകതകൾ, ബെനിഫിറ്റുകൾ, ഉപകാരങ്ങൾ. And we already started talking about it, but the second point I wrote about is trusting God. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ദൈവത്തെ അറിയണം. അറിയുമ്പോൾ നിന്റെ ദൈവത്തോടുള്ള വ്യക്തിത്വം, നിന്റെ റിലേഷൻഷിപ്പ് എല്ലാം മാറും. അടുത്തതായിട്ട് ഈ അറിഞ്ഞാൽ ഈ ദൈവത്തിൽ നീ ആശ്രയിക്കുന്ന വിശ്വാസമല്ല, വിശ്വാസങ്ങൾ എക്സ്ട്രാ സ്റ്റെപ്പാ. നീ അവന്റെ കയ്യിലോട്ടൊന്ന് വീഴണം.
ഞാൻ വിശ്വസിക്കുന്നു. യു ജസ്റ്റ് ഫോൾ. നോ മാറ്റർ ആകാശം ഇടിഞ്ഞു വീണാലും എന്തായാലും ട്രസ്റ്റ് ചെയ്യണം. നീ അറിയുന്ന ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യണം. എല്ലാം ഇടിഞ്ഞു വീഴുമ്പോഴും എന്റെ ദൈവം എന്നെ അനാഥനായി വിടത്തില്ല എന്നുള്ള ഉറപ്പ്, ചങ്കൂറ്റമുള്ള വ്യക്തിയാകും. ട്രസ്റ്റിങ്, ദൈവത്തിൽ ആശ്രയം വർദ്ധിപ്പാനിടയാകും. When we connect back to Daniel's life, he knew the history of God, understood who God was. So when he was confronted about being thrown into the lions, he was confident that God will be with me. നിങ്ങൾക്കറിയാം, ദാനിയേൽ നിങ്ങൾ നോക്കുമ്പോൾ, ദാനിയേൽ പഠിക്കുമ്പോൾ അവൻ അവസാന പ്രാവശ്യം തനിക്കെതിരെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇരിക്കുമ്പോഴാണ് അവൻ ഗവൺമെന്റ് ടോപ്പായിട്ടിരിക്കുന്ന വ്യക്തി ആ പൊസിഷനിൽ നിന്നെ ഉയർത്തും. നീ ദൈവത്തെ ആദരിക്കുമ്പോഴാണ് ദൈവം ഉയർത്തുന്നത്. ദൈവത്തെ ആദരിച്ചില്ല നിന്നെ ഉയർത്തത്തില്ല. നിനക്ക് തന്നതോട് കർത്താവ് എടുത്തു കളയും. ഇഫ് യു ഡോണ്ട്, ഇത് ആത്മാവിന്റെ അധികാരത്തോട് പറയാം. ടെല്ലിങ് യു, ഇന്ന് ആരെങ്കിലും ഉഴപ്പോട് ദൈവത്തെ സേവിക്കുന്നെങ്കിൽ പലവട്ടം ദൈവത്തിന്റെ അറിവ് നിനക്കുണ്ടായിട്ടും ദൈവം നിന്നെ കൂടെ ഉണർത്തിയിട്ടും റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതി വെച്ചോ. നിന്റെ പൊസിഷൻ നിന്നെ താഴ്ത്തും. എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. അവനോട് കളിക്കരുത്. നീ അവനെ അറിയുന്തോറും, ദൈവം നിന്നെ റിവീൽ ചെയ്യുന്തോറും നീ അവനോട് അടുക്കണം. അത്ര റിയൽ ആയിട്ടൊരു ദൈവം. നോക്കൂ, ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ അടുത്ത പടിയിലേക്ക് ഉയരുകയാണ്. സ്വന്തം ചെയ്യുന്ന അടുത്ത പടിയിലേക്ക് വളരുന്ന ചിത്രം. ആശ്രയം കർത്താവിൽ തന്നെ. നോക്കൂ, അവനെ പിടിക്കാൻ നോക്കിക്കുക. ഈ അനുഭവത്തിൽ കൂടി ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വന്തം ചെയ്യുന്നു. ഈസ് ഗിവിംഗ് ഹിസ് ഫ്യൂച്ചർ ടു ദ ലോർഡ്. നമ്മളാണെങ്കിൽ ഉടനെ അടുത്ത എന്ത് ചെയ്യണം? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും നോക്കുന്നുണ്ടോ? നമ്മുടെ സ്ട്രാറ്റജി എടുക്കാൻ നോക്കുക. ആരും കാണാതെ പാത്ത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അയ്യോ, നീ മനുഷ്യനെ പേടിക്കുന്ന നിർത്തുക. സ്വന്തം ചെയ്യുന്നു. നീ മനുഷ്യനെ പേടിച്ച് ഓരോ കാര്യം ചെയ്യുന്തോറും ഗുണത്തിന് പകരം ദോഷം ഉണ്ടാകുക. നീ കുരുക്കുക. അവൻ കുരുക്കുന്ന കുരുക്ക് അഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എന്ന് പറഞ്ഞൊരു പാട്ടുള്ളത് പോലെ നീ ഗുലുമാലിലാകുക. കാരണം നീ നിന്റെ ബുദ്ധി കൊണ്ട് ബുദ്ധി മാറ്റി വെച്ചിടും. ദൈവത്തെ കുറിച്ച് അറിവുണ്ടാകുക. അപ്പൊ കണ്ണടച്ച് ആര് കണ്ടാലും പ്രശ്നമില്ല, ആരെന്ത് പറയാനും പ്രശ്നമില്ല. പതിവ് പോലെ നീ ചെയ്യുന്ന യു വിൽ ബി സ്റ്റിൽ ഇൻ ദ ലോർഡ്. ദൈവത്തിൽ നീ ഉറച്ചു നിൽക്കുന്ന അതാണ് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്റെ പൊസിഷൻ കാക്കണം. എന്താ ഇന്ന് IPS അടിപൊളി നടക്കുന്നത്? ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്. ഇവരൊക്കെ മണ്ടയ്ക്ക് പ്രസംഗിക്കുന്നെങ്കിലും ദൈവ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്. ദൈവത്തിലെ ആശ്രയം. ദൈവമാണ് തന്റെ സഭയെ പണിയെന്നുള്ള അറിവ്, നിങ്ങളല്ല പണിയെന്നുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ അവന്റെ സെക്യൂരിറ്റി, അവന്റെ പൊസിഷൻ ദാനിയേൽ സൂക്ഷിക്കുന്നില്ല. അവനെ പൊസിഷൻ വലിച്ചിടുക മാത്രമല്ല, സിംഹത്തിന് ഇരയായി കൊടുക്കാൻ പോവുക. ആശ്രയം ഉണ്ടോ നിനക്ക് കർത്താവില്? ഈ ലോകത്തിൽ ആർക്ക് ആഹാരം കിട്ടിയില്ലയോ നിനക്ക് ആഹാരം തരാൻ കഴിവുള്ള ദൈവമാണ്. ഈ ലോകത്തിൽ ആരുടെ ജീവൻ സംരക്ഷിക്കപ്പെട്ടില്ലയോ നിന്നെ സംരക്ഷിക്കാൻ എന്റെ ദൈവം ശക്തനാ. Do you trust your God like Daniel? And when we go back to Psalm 139, we check with verse 14. It says, I will praise you for I am fearfully and wonderfully made. Marvelous are your works, and that my soul knows very well. പ്രിയമുള്ളവരെ, അതിൽ 14ാമത്തെ വാക്യത്തിലേക്ക് പറയുക, 60 ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദാവീദ് പറയുക, you have fearfully and wonderfully made me. ഇന്ന് പകൽക്കാലം നിന്റെ ഷുഗർ നിന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ, നിന്റെ പ്രഷർ നിന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ, നിന്റെ ക്യാൻസർ നിന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ. കാരണം നിന്നെ ഉണ്ടാക്കിയത് ആരാന്നറിയാമോ? അവനാ അത്ഭുതകരമായി അതിശയമായി നിന്നെ സൃഷ്ടിച്ചിരിക്കുക. നീ ക്രമീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് നീ അവനിൽ ട്രസ്റ്റ് ചെയ്യണം. കാരണം നിന്റെ കോശങ്ങളെ, നിന്റെ സെല്ലുകളിലെ സ്വന്തം ചെയ്യുന്ന ഓരോ പ്രതിഭാസങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അത്ഭുതത്തിന്റെ കരം അവന്റെ കരമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്നെ നനഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ശാസ്ത്രം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഒരു സ്പേം ഒരു എഗ്ഗിലേക്ക് ചെന്നിട്ട് അത് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുമ്പോൾ അവർ പറയാ ഒരു വലിയ ലൈറ്റ്, ഒരു ബ്രൈറ്റ് ലൈറ്റ്, അതിനെക്കുറിച്ചൊരു ഇതുണ്ടായിരുന്നു വാർത്ത. അത് സിങ്കിന്റെയും പല കാര്യത്തിന്റെയും ഇതുകൊണ്ടുണ്ടാകുന്ന വാട്ടർ നിന്നെ അത്ഭുതത്തോടെ ഇന്ന് പകൽ വിടിരിക്കുമ്പോൾ നിന്റെ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ദൈവം നിന്റെ സെല്ലുകൾക്കകത്ത് പോയി അവന്റെ പരിശുദ്ധാത്മാവിനാൽ. നീ ക്യാൻസർ ഉള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ കീമോതെറാപ്പിയേക്കാൾ, നീ എടുക്കുന്ന മരുന്നുകളെക്കാൾ, പോഷകാഹാരങ്ങളെക്കാൾ പ്രത്യേകമായി തന്റെ പവർ നിന്റെ കോശങ്ങളിൽ അയച്ചിട്ട്
സൃഷ്ടിക്കേണ്ടതിനെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ദൈവം. ആമേൻ. You need to have the trust in the Lord. ഏത് രോഗമാണേലും അതെന്ത് രോഗമാണേലും ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ലോർഡ്, നീ എന്നെ ഉണ്ടാക്കി. ഡോക്ടർമാരല്ല നിന്നെ ഉണ്ടാക്കിയത്. ഈ ലോകത്തിലെ യാതൊരു കൗൺസിലർമാരുമല്ല നിന്നെ ഉണ്ടാക്കിയത്. ലോർഡ്, യു ഹാവ് made me fearfully and wonderfully. കണ്ണു തൊള്ളുന്ന രീതിയിലാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതെന്റെ ആത്മാവ്, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അറിയുണ്ടോ നിനക്ക്? ആമേൻ. നല്ലവണ്ണം അറിവുണ്ടോ നിനക്ക്? നീ ആരാണെന്നും ആരാണ് നിന്നെ ഉണ്ടാക്കിയതെന്നും ഡു യു നോ? ഇവിടെ ദാവീദ് പറയാ, എന്റെ ഉള്ളം, my soul knoweth it well. And David also understands that if God has made him fearfully and wonderfully, that God also has a wonderful plan for him as well. അത്ഭുതകരവും അതിശയകരമായി എന്നെ ഉണ്ടാക്കി ഭൂമിയിലേക്ക് വിട്ടെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾ. നിന്നെ ഫിയർഫുള്ളായി വണ്ടർഫുള്ളായി യോ യുണീക്ക്. നിങ്ങളെ പോലെ വേറൊരുത്തനില്ല ഈ ഭൂമിയിൽ. നിന്നെ പോലെ മറ്റൊരുത്തനില്ല. നിന്റെ ഫിംഗർ പ്രിന്റ് പോലെ വേറൊരു പ്രിന്റില്ല. ഇനി നിന്നെ പോലെ ഒരാൾ ഉണ്ടാകാൻ പോകുന്നില്ല, ഉണ്ടാകത്തില്ല. ഇതിനു മുമ്പ് ഒരാൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ നിന്നെ ഫിയർഫുള്ളി വണ്ടർഫുള്ളി ഉണ്ടാക്കിയെങ്കിൽ നീ ഒന്ന് ശ്രദ്ധിച്ചു, അങ്ങനെയാണ് ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാൻ എന്തായിരിക്കും? അത്രയ്ക്ക് നിന്നെ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ what is your plan of God about your life? നീ ഇന്നും അറിവില്ലാത്തതിനെ പോലെ ജസ്റ്റ് ഒഴുക്കിന് പോകുന്ന പോലെ you have to be different. നീ വ്യത്യസ്തയായിരിക്കണം. നിന്നെ ഇന്ന് നീ പോകാനിട്ടും ആ ലോകത്തിനെയും ഭാര്യ വലിച്ചു പോയതുകൊണ്ട് പോലെ നിന്നെ എപ്പോൾ വലിച്ചുകൊണ്ട് പോകും. ദൈവം വലിച്ചുകൊണ്ട് പോകുക. നീ അല്ലേ പോകത്തില്ല. എന്നും അവിടെ അള്ളിപ്പിടിച്ച സോതോമയിൽ കിടക്കും. നിന്നെ പുറത്തു കൊണ്ടുവരിക. ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് ചില പർപ്പസുകളുണ്ട്. ഇന്ന് പകൽക്കാലം നിന്നെ ഉണ്ടാക്കിയത് ആരാന്ന് നീ അറിയണം. You have to understand your identity in Christ. ക്രിസ്തുവിൽ നിന്റെ വ്യക്തിത്വം, നിന്റെ ക്യാരക്ടർ, നിന്നെ ഉണ്ടാക്കിയ നിന്റെ സ്ട്രക്ചർ നീ അറിയണം. അത് സ്ട്രക്ചർ ഫിയർഫുള്ളും വണ്ടർഫുള്ളും ആകുമ്പോൾ ലോർഡ് അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ you have a purpose for me. ചുമ്മാ അങ്ങനെ ആരും പൈസ വില കൊടുത്തൊരു കാര്യം അത്ര ഇതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് വലിയ ഉദ്ദേശം കാണണം എന്നുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം. And that's why in Psalms 119, in verse 34, it says, "Give me understanding and I'll keep your law. Indeed, I shall observe it with my whole heart." He understands how important his law is to walk in it. നോക്കണം, ഫിയർഫുൾ ആയിട്ടും വണ്ടർഫുൾ ആയിട്ടും ഉണ്ടാക്കിയ നിന്റെ ഇഷ്ടത്തിനും നിന്റെ മനസ്സിലെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഓടാനായിട്ടല്ല കുഞ്ഞെ. നിന്നെ ഫിയർഫുൾ ആയിട്ട് വണ്ടർഫുൾ ഉണ്ടാക്കിയതിന് 119 സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരന് അതിന്റെ വാക്യത്തില് സ്വന്തം 34 വാക്യത്തിൽ പറയുക, സ്വന്തം ചെയ്യുന്നു, എനിക്ക് ജ്ഞാനം തരണേ, നിന്റെ വഴികളെ അറിഞ്ഞ് നടക്കാൻ. എന്റെ ബുദ്ധിയുടെ പ്രമാണത്തിലോ എന്നെ പഠിപ്പിച്ച പ്രമാണത്തിലോ ഓടാനായിട്ടല്ല. പരിശുദ്ധാത്മാവിൽ നിന്റെ കൽപ്പനകളെ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയാൻ എന്റെ ബുദ്ധി എന്ത് ചെയ്യണേ, തുറക്കണേ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഗ്രാസ്പി പാല് കുടിച്ചു പോടാൻ കൊതിക്കുന്ന കുഞ്ഞിനെ പോലെ നിന്റെ വഴികളെ അറിയാൻ എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് തരണേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. So when we take the time to praise God, understand what God has done, we'll understand that God's ways are above our ways, and we'll start to understand what we need to do in order to walk in God's ways. നമ്മുടെ പ്രിയമുള്ളവരെ, എന്താണ് നീ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? ദൈവത്തിന്റെ വഴികളെ നീ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. തകർച്ചകൾ വരുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ നീ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദൈവത്തിന്റെ ഹിതത്തെ നീ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദൈവത്തിന്റെ വഴികളെ തിരിച്ചറിഞ്ഞിട്ട് അവന്റെ ബലമുള്ള കൈക്കീഴ് നീ എന്നെ തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തി കൊടുക്കണം. ഹല്ലേലൂയ. സ്വന്തം പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് പോയി പാർക്കാനായിട്ട് കൊതിച്ച് ഓടരുത്. ഓടിയതുകൊണ്ട് കഥാവിലെ അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും, നിന്റെ വലം കൈ എന്നെ പിടിക്കും, നിന്റെ കൈ എന്നെ നടത്തും. നീ ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലാണേലും നിനക്ക് വേണ്ടിയുള്ള കയ്യെ നീ തിരിച്ചറിയണം. നീ ആ കയ്യെ വിട്ടിട്ട് ബുദ്ധിയുടെ പ്രമാണത്തിൽ ഓടി അകലാൻ വേണ്ടി നോക്കരുത്. അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ദൈവത്തിന്റെ പർപ്പസിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ്, ദൈവത്തിന്റെ പ്ലാനിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ്. ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്തിന് ചെയ്തു എന്നുള്ള അറിവ്, അത് നിന്റെ ക്രിസ്തീയ ജീവിതത്തെ കംപ്ലീറ്റ് മാറ്റുവാനിടയായിത്തീരും. Amen. And next thing we can talk about is that when we start understanding what the Lord's way is, we start examining our lives, as we see in verse 23 and 24. Hallelujah. 23-24 വാക്യങ്ങള് വായിക്കുമ്പോൾ ഇതാണ് നമ്മുടെ കീ ചിന്ത ഈ മാസത്തെ. സ്വന്തം 85 സങ്കീർത്തനത്തിന്റെ 4-8 വാക്യങ്ങള്. 4-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. 8-ാമത്തെ വാക്യം യഹോവ അരുളി ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യും? കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോൾ സമാധാന ദൈവം ഫൂളിഷ്നെസ്സിലേക്ക് ജനം തിരിയാതെ ഇരിക്കട്ടെ. ഇവിടെ പറയുക 23-24 സങ്കീർത്തനത്തിൽ 23-24 വാക്യങ്ങൾ എങ്ങനെയാ പറയുന്നത്? ദൈവമേ എന്നെ ശോധന ചെയ്ത് അറിയണേ. ഞാൻ പോകുന്ന പാത ഇന്ന് റൈറ്റ് അല്ലെങ്കിൽ
ആമേൻ. എന്നൊക്കെ അറിയണേ, എന്നെ ഒന്നൊന്ന് പറഞ്ഞു തരണേ. ആമേൻ. യഹോവ അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ഇന്ന് നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധിക്കുന്നത്, ദൈവത്തെ ആമേൻ നിങ്ങൾ ആമേൻ ഓണർ ചെയ്യുന്നത്, കർത്താവേ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓടല്ലേ. ആമേൻ. ഒരു മനുഷ്യന് തന്റെ വഴികളെല്ലാം ഇതായിട്ട് തോന്നും, ചൊവ്വായി തോന്നും. അവന്റെ അവസാനം എന്തോന്നറിയാമോ? മരണ വഴികളാ. ഒന്ന് പത്താറ് പറയാം, കർത്താവേ ആമേൻ ടീച്ച് മീ, എന്നെ കാണിക്കണമേ എന്റെ വഴി. അതുകൊണ്ട് വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നിന്റെ പർപ്പസിലേക്ക് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ. ആമേൻ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി. ഇന്ന് ഞാൻ നിന്നെ ദുഃഖിപ്പിക്കുന്ന, ഞാൻ ദുഃഖത്തിലേക്ക് വീഴാൻ സാധ്യതയുള്ള അവൻ വഴികൾ എന്നുണ്ടോ നോക്കി എന്നെ ആമേൻ സ്വതം ചെയ്യുന്നു, യഥാസ്ഥാനപ്പെടുത്തണമേ. എന്നെ ആമേൻ സ്വതം ചെയ്യുന്നു, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. Amen. And when we see Romans 12:2, we can see what God tells us to do. It says, "And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is good and acceptable and perfect will of God." പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ മനത്തിൽ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തില് അവൻ പറയുമ്പോൾ വിശ്വാസികൾ, റോമൻ വിശ്വാസികൾക്ക് എഴുതുന്നത് അവൻ സ്വതന്ത്രം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണെന്ന് തിരിച്ചറിയാൻ ട്രാൻസ്ഫോംഡ് ആകണം. നീ രൂപാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് ദൈവ ഇഷ്ടം അറിഞ്ഞിട്ട് അതിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നീ ഏതിൽ നിന്ന് വീണ്ടുവെന്ന് ഓർത്തിട്ട് ആദ്യത്തെ വേല ചെയ്യണം. ഇന്ന് പകൽക്കാലം ഹോളി സ്പിരിറ്റ് എത്ര പവർഫുൾ ആൻഡ് സിങ്കിങ്. ഇന്ന് പകൽക്കാലം ഓർത്തോ കുഞ്ഞെ, അവൻ സ്വപ്നം ചെയ്യുന്നു, നിന്നെ തന്നെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അവൻ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ബുദ്ധിയുള്ള ആരാധനയാണ്. ജസ്റ്റ് റെഗുലർ റിച്വൽ വർഷിപ്പ് അല്ല. നിങ്ങൾ അവൻ നോളജ് ഉള്ള ആരാധനയായി മാറാൻ. ചുമ്മാ ഞായറാഴ്ച വന്നു എന്നല്ല, കർത്താവേ അറിവോടെ നിന്നെ ആരാധിക്കാൻ, ബുദ്ധിയുള്ള ആരാധനയായി. 10 കന്യകമാരെ ദൂതും ഒഴുകും, പരിശുദ്ധാത്മ പിന്നെ വചനം ഒഴുകുക. അവൻ സ്വന്തം അവർ കന്യകമാരെ നമ്മൾ വിശുദ്ധി. Who cares about it? 10 കന്യകമാര് 10 പേരും കന്യകമാരായിരുന്നു അല്ലേ? വയസ്സും ഫൂളിഷും ഉണ്ട്. ഞാൻ കന്യകയാ, വിശുദ്ധയാ, ഞാൻ Who cares about it? വിശുദ്ധി കഴിഞ്ഞ ദിവസം കെവിനാന്ന് പറയുമ്പോ ദൈവം നിനക്ക് ഉയർത്തി തല്ലുന്നൊരു പദവിയാ വിശുദ്ധി. നിന്റെ പ്രവർത്തിയാൽ നീ നേടുന്നൊരു കാര്യമല്ല. ദൈവം നിന്നെ റേസ് ചെയ്യും. അവന്റെ വഴിയിൽ നടക്കാൻ ഹൃദയം തരും. നീ ഒന്നും ചെയ്തു കാണത്തില്ല. നീ അവനെ അറിഞ്ഞ് വിശ്വസ്ത നിന്നേ ഉള്ളൂ. നീ ഒന്നും ചെയ്തില്ല, ദൈവം നിന്നെ ഓണർ ചെയ്യും. അവൻ വിശുദ്ധി എന്ന് പറയുന്നത് നീ ഉണ്ടാക്കുന്നതല്ല. ശുദ്ധപര അങ്ങനെയാണെങ്കിൽ പിന്നെ 10 കന്യകമാരെയും കൊണ്ടുകൊണ്ടേ അല്ലേ എന്റെ യേശു. ബുദ്ധിയുള്ള ആരാധനയാണ്. കാരണം അവിടെ എണ്ണയാ കാര്യം. എണ്ണ പരിശുദ്ധാത്മാവ്, 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 പരിശുദ്ധാത്മാവ്. നിനക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്യാൻ പ്രാപ്തനാക്കുന്ന പരിശുദ്ധാത്മാവ്. കുറവുള്ളത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പോയില്ല, ആരും വരത്തില്ല, ഹോളി സ്പിരിറ്റ് വരത്തില്ല. അവ വന്നാൽ നിന്നെ സകല ട്രൂത്തില് പാപത്തെ കുറിച്ച് ബോധം വരുത്തും, നീതിയെ കുറിച്ച് ബോധം വരുത്തും, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തും. ഇൻ എവറി ട്രൂത്ത്. അങ്ങനെ വരുമ്പോൾ നിന്റെ ആരാധന എങ്ങനെയുള്ള ആരാധനയാണോ? ബുദ്ധി. ഇതാണ് ആ കന്യകമാർക്ക് ഇല്ലാതെ പോയത്. എണ്ണയില്ല, വാങ്ങാൻ കൂടി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ. അവൻ യഥാസ്ഥാനപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ വിശുദ്ധിയും നിന്റെ കന്യാകത്വം, ദൈവം നിനക്ക് നല്ലവൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല, ഒരുത്തൻ പോലും ഇല്ല, പോപ്പും ഇല്ല. ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ ഈ ഭൂമിയിൽ ആരുണ്ടോ അവനുമില്ല. അവൻ എത്ര വലിയ വിശുദ്ധി പുകഴുന്നവനാണേലും നമുക്കുള്ളതെല്ലാം ക്രിസ്തുവ. ഓ ക്രിസ്തുവ. Amen. And when we go back to Romans 12:2, we can see that conforming to this world. What does that mean? What does it mean to conform to this world? ലോകത്തോട് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ലോകത്തോട് അനുരൂപമാകുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാകുക? When I searched it up, it was like adapting and molding. So I feel like it means that we're mixing our own will into God's will, shaping our own ideas into God's ideas. അതിന്റെ അർത്ഥം പറഞ്ഞാൽ ലോകത്തോട് നീ ഇഴുകിച്ചേരുന്നത്. റിയൽ ആയിട്ട് പോയാൽ നിനക്ക് രണ്ടോട് ഫിറ്റ് ചെയ്യത്തില്ല. അപ്പൊ നീ എന്ത് ചെയ്യുന്ന കോംപ്രമൈസ് ചെയ്തിട്ട് ഫിറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ മുറിക്കും അവിടെ മുറിക്കും. നീ അകത്തോട്ട് കയറണ്ടേ? നീ ദൈവത്തിന്റെ വഴിയിലാണ് നിൽക്കുന്നത് ആണോ, ലോകമാണോ ആണോ? അതിനുവേണ്ടി നീ എന്ത് ചെയ്തു? കോർണേഴ്സ് കട്ട് ചെയ്യും.
കട്ട് ചെയ്തിട്ട് ഫിറ്റ് ആക്കാൻ വേണ്ടി നോക്കും. ഇന്ന് പകൽക്കാലം കോർണേഴ്സ് കട്ട് ചെയ്ത് ഫിറ്റ് ആകുന്ന വഴിയല്ല ദൈവത്തിന്. ഇന്ന് പകൽക്കാലം ലോകത്തോട് നീഴുകി ചേരല്ലേ. അവൻ കുഞ്ഞുങ്ങളെ യൗവനക്കാരെ ശ്രദ്ധിക്കണം. ഡോണ്ട് കൺഫോം ടു ദിസ് വേൾഡ്. എൻ്റെ അർത്ഥം അവൻ നിന്റെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ഊന്നിക്കൊണ്ട് അവൻ ലോകത്തോട് അനുഭവമാകുവാൻ തക്കവണ്ണം, ഇല്ലെങ്കിൽ നീ ദൈവവഴിയിലാണ് നിൽക്കുന്ന എന്നാൽ നീ ലോകത്തിനകത്താ നിൽക്കുന്ന പരിപാടിയിൽ നീ ആക്കാൻ നോക്കുന്ന അവസ്ഥയാണ് കൺഫോമിംഗ് ടു വേൾഡ് എന്ന് പറയുന്നത്. Amen. So when we have this history of this Christianity in our lives, many times we try shaping our own lives into this own mold that we created and not understanding what the Lord's will is. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ അറിവ്, നമ്മൾ ജനിച്ചു വളർന്ന അനേക ഇതിൽ നിന്ന് നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മൂശയുണ്ട്. ഒരു മൂശ എന്ന് പറഞ്ഞാൽ മോൾഡ്. ആ മോൾഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നായിരിക്കാം, നിങ്ങൾ പിതാക്കന്മാരിൽ പഠിച്ചായിരിക്കാം. പക്ഷെ ഒരു കാര്യം, ഏത് പാരമ്പര്യവും ഏത് പിതാക്കൻ പഠിച്ചാലും എല്ലാം വചനാധിഷ്ഠിതമായിരിക്കണം. വചനാധിഷ്ഠിതമാകുമ്പോൾ തന്നെ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അതിന് ആ പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പ് നമുക്ക് വളരെ ആവശ്യം. അപ്പൊ നമ്മുടേതായ മൂശയിലോട്ട് വെച്ചിട്ട് മോൾഡ് ചെയ്യുന്ന വഴിയല്ല വിശുദ്ധ വഴി. അത് നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം. കുഷടപരാധന, അവിടെയാണ് നല്ലൊരു ശതമാനം വിശ്വാസികൾ എന്ന് പറയുന്ന പെന്തക്കോസ്തുകാരും കംപ്ലീറ്റ് മൂക്കടിച്ച് താഴെ വരുന്ന കാര്യമാണ്. അവൻ നിങ്ങൾ ഉണ്ടാക്കിയ മൂശയ്ക്കകത്തിട്ട് വാർത്തെടുക്കുന്നതല്ല വിശുദ്ധിയോ ദൈവഹിതമോ. ദൈവതോ എന്ന് പറയുന്നത് അവൻ മായമില്ലാത്ത ഉലയിൽ 7 വട്ടം ശുദ്ധി ചെയ്ത വെള്ളിയേക്കാണ് അവൻ ശുദ്ധിയേറിയ ഈ വചനം സ്വന്തം വിധത്തിലല്ല, ഹോളി സ്പിരിറ്റിന്റെ സഹായത്താൽ സ്വന്തം ഭേദാഭേദങ്ങളെ തിരിച്ചറിയുമാറെ ഏൽപ്പിച്ചുകൊണ്ട് നീ വായിച്ച് കർത്താവിന്റെ കണ്ണുകൾ തുറക്കും. ഇതെല്ലാം കൂടി സിങ്ക് ചെയ്യാൻ ഹോളി സ്പിരിറ്റ് ആ ട്രാക്ക് തരും. അതനുസരിച്ച് വചനം അനുസരിച്ച്. അതുകൊണ്ട് പൗലോസ് ഞങ്ങൾ പഠിപ്പിച്ച സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ എന്ന് അറിയിച്ചാൽ ആരാ ശവിക്കും? കൂട്ടിയാലും പ്രശ്നമാ, കുറച്ചാലും പ്രശ്നമാ. നീ വിശുദ്ധി കൂടിയിട്ട് ദൈവത്തെക്കാൾ വിലവനാകാൻ പോയാലും പ്രോബ്ലമാ. അവന്റെ സ്റ്റാൻഡേർഡ് വിട്ട് താണാലും പ്രശ്നമാണ്. നല്ലത് പകൽക്കാലം നമുക്ക് ആകെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ്, എന്റെ ശൂന്യതകളെ എന്റെ കുറവുകളെ നികത്തുന്ന കർത്താവ് മാത്രം. അതുകൊണ്ട് ഒരിക്കലും ബുദ്ധിയുടെ പ്രമാണത്തില് അവന്റെ വിശുദ്ധി അളക്കാനോ നിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ മൂശയില് ദൈവത്തിന്റെ ബുദ്ധിയുള്ള ആരാധനയെ ആക്കാനോ നമ്മൾ ശ്രമിക്കല്ലേ. വി വിൽ അട്ടർലി ഫെയിൽ. So as Romans 12 talks about, we should renew our minds. And in Psalm 37:23 it says the steps of a good man are ordered by the Lord. ആമേൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വചനം പറയാം, മനസ്സ് പുതുക്കണം. അതുപോലെ വചനം പറയുന്നു, സങ്കീർത്തനത്തിൽ ഒരു നീതിമാന്റെ ചുവടുവെപ്പോഴൊക്കെയും യഹോവയാൽ കൽപ്പിതങ്ങളാണ്. മനസ്സ് പുതുക്കണം. ഈ പുതുക്കുന്നത് ആരാന്നറിയാമോ? മനുഷ്യനല്ല. മനുഷ്യൻ തന്നെ താൻ പുതുക്കാൻ പറ്റത്തില്ല. ലോകത്തിലെ ഒരു ഫിസിക്സ് ശാസ്ത്രമാണ് ഒരു കാര്യം തൊടാതെ ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡീക്കേയിലേക്ക് പോവുക, കംപ്ലീറ്റ് ഡീക്കേ. അത് ഡിറ്റീരിയോറേറ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ ജീവിതമാണെങ്കിലും അതിന്മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൈയുടെ ചലനമില്ലാതെ നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും യുവർ ലൈഫ് വിൽ ഡിറ്റീരിയോറേറ്റ്. നിങ്ങളുടെ വിശുദ്ധി വിൽ ഡിറ്റീരിയോറേറ്റ്. എന്നാൽ അതിന്മേൽ ജീവനുള്ള ഒരു കാര്യം വ്യാപരിക്കാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് ആ പാഴും ശൂന്യമായിരുന്ന ഭൂമിമേൽ എന്താ പ്രവർത്തിച്ചെന്നറിയാമോ? ആഴത്തിൽ വെള്ളമുണ്ട്, വെള്ളം വരുത്തങ്ങൾ. വെള്ളം എത്ര നീ അരച്ച് കളിച്ച് കുടിക്കി പഠിച്ചെന്ന് പറഞ്ഞാൽ അതിന് ജീവൻ വരണമെങ്കിൽ എഴുതിയ പരിശുദ്ധാത്മാവ് അതിന്മേൽ വ്യാപരിക്കണം. എഴുതിയ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, വെള്ളം അവിടെ ഉണ്ട്. ഇരുളുള്ള സ്ഥലത്ത് വെള്ളം കടപ്പെടലും ഫലമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വെള്ളത്തിന്മേലെ ക്രിയ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ക്രിയേഷൻ ഉണ്ടാകുക, വെളിച്ചം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ക്രിയേറ്റിവിറ്റി നടക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുക. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ആ ആത്മാവിന് ആ വചനം വേണം. ആ വചനത്തോട് പരിശുദ്ധാത്മാവിന് ചലനത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ചുവടുവെപ്പൊക്കെ യഹോവയാൽ കൽപ്പിതങ്ങളാ. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നെ മൂടിയത് കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. So when we examine our lives, we quickly understand how away we are from the Lord. So at the end, my last point is surrenderance. As Psalm 139 it says in the last line, and lead me in the way everlasting. പ്രിയമുള്ളവരെ, നമ്മളൊരു ആത്മാർത്ഥമായ ശോധന ചെയ്താൽ we will understand ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ എത്രയോ ദൂരെയാണ്. അന്നേരം അത് കണ്ടിട്ട് സെൽഫ് ജസ്റ്റിഫിക്കേഷനിലേക്ക് പോകാതെ, സ്വയനീതീകരണത്തിലേക്ക് പോകാതെ, അപ്പാ എനിക്ക് സറണ്ടർ, വ്യസനത്തുള്ള മാർഗങ്ങളിലുണ്ടോ എന്ന് നോക്കി എന്റെ ബുദ്ധി എനിക്ക് പറ്റി ഞാൻ പല കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് അത് തെറ്റാകും. എന്നാൽ ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തുന്നത് കംപ്ലീറ്റ് കൺട്രോള് ഹോളി സ്പിരിറ്റിന് വിട്ടുകൊടുക്കുന്നത്, കംപ്ലീറ്റ് ലൈഫ്
പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ഭൂമിയിൽ ഈശോനാഥൻ നമ്മോടൊപ്പം ഇല്ല. ഇടയ്ക്ക് ആരാധനയ്ക്ക് നമ്മുടെ മധ്യേ ഉലാപുന്നുണ്ടെങ്കിലും നമ്മുടെ മധ്യേ ഉള്ളവൻ ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവോ നിങ്ങൾ വസിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നീ സറണ്ടർ ചെയ്യുക. ഹോളി സ്പിരിറ്റ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. ഹോളി സ്പിരിറ്റിനെ സറണ്ടർ ചെയ്യുക. നിന്നെ കൊണ്ട് കഴിയാത്തതിനെ ചെയ്യാൻ. ഇന്ന് നീ എത്ര ശ്രമിക്കുന്നുണ്ട്, ശരിയാ, ദൈവത്തിന് വേണ്ടി സിൻസിയർ ആകാൻ. പക്ഷേ നത്തിങ് ഇസ് ഹാപ്പനിങ്. അവൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവേ സറണ്ടർ. അവൻ വ്യസനത്തിലുള്ള മാർഗം ഒത്തിരി ഞാൻ നോക്കുമ്പോഴാണ് വേ അവേ ഫ്രം plans and your will. Amen. ശാശ്വത മാർഗത്തിൽ എന്നെ നടത്താൻ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്യും. എത്ര പേര് ഈ ആരാധനയിൽ ജീവിതത്തെ സറണ്ടർ ചെയ്യും? അവൻ എൻ്റെ ഇഷ്ടത്തിനും അറിവിനും അനുസരിച്ച് നോക്കണല്ലേ. അവൻ ടേൺ മീ എന്നെ തിരിക്കുക. ഐ ജസ്റ്റ് കൈവച്ച് സുല്ല് വെച്ച് ചെയ്ത് കീഴടങ്ങുക. ഐ എം ജസ്റ്റ് സറണ്ടറിങ് മൈസെൽഫ്. ഹോളി സ്പിരിറ്റ് കം ഡൗൺ. എന്നെ ട്രാൻസ്ഫോം ചെയ്യും. ആരാധനയ്ക്ക് വന്നിട്ട് ഉറങ്ങുന്ന അവസ്ഥകളൊക്കെ മാറത്തക്ക വേണം. കർത്താവേ എന്നെ ട്രാൻസ്ഫോം ചെയ്യുക. ദൈവത്തിന്റെ കൃപകൾ എന്നെ മേൽ വ്യാപരിക്കത്തവണ്ണം എന്നെ രൂപാന്തരപ്പെടുത്തുന്ന എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും? Many times we ask the Lord to lead us when we're going through a difficult situation, when we have a lot of decisions in our lives. But we should be completely led by God every single moment of our lives, so you'll be doing the right thing at the right moment at the right time. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ അടുത്തേക്ക് ഓടാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, പ്രശ്നമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഓടി ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് കർത്താവേ സറണ്ടർ എന്ന് എത്ര പേര് പറയും. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. And when we see that how the apostles have been led by the Lord, many times on a bed of roses, as we can see in Acts 16. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 16 നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ജീവിതം പട്ടുമത്തെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നീ കഷ്ടങ്ങളുടെ തീച്ചുളകൾക്കകത്ത് വീണുവെന്ന് വരാം. പക്ഷെ ഏത് തീച്ചുളകളുടെ മധ്യത്തിലാണേലും ഇഷ്ടത്തിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നടത്തുന്നൊരു ദൈവമുണ്ട്, ശക്തി തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ വേദനകളുടെ മധ്യത്തിൽ, തകർച്ചകളുടെ മധ്യത്തിൽ, പീഡനങ്ങളുടെ മധ്യത്തിൽ, പ്രോസിക്യൂഷന്റെ മധ്യത്തിൽ നിന്നെ നിർത്തുമാറാക്കുന്നൊരു ദൈവമുണ്ട്. വെളിച്ചം ചോദിച്ചുകൊണ്ട് അവൻ അനേകർ നിന്റെ അകത്ത് വരത്തക്കവണ്ണം നിന്നെ തീയാക്കുന്നൊരു ദൈവമുണ്ട്. So when we look at 16 really quickly, you can see at the beginning that the Holy Spirit, after blocking them from going to different areas, gives them a vision about going to Macedonia. 16-ാം അധ്യായത്തില് മിഷണറി ജേർണിക്ക് വേണ്ടി രണ്ടാം മിഷണറി യാത്രയ്ക്ക് വേണ്ടി തീത്തോസും പൗലോസും സ്വപ്നം ചെയ്യുന്നു. കടന്നു പോകുമ്പോൾ സ്വപ്നം ചെയ്യുന്നു. ഒരു വിഷൻ കൊടുത്തിട്ട് അവർ പോകാൻ പ്ലാൻ ചെയ്ത് ഇരുന്നിടത്തുനിന്ന് മാറ്റി ഹോളി സ്പിരിറ്റ് അവർക്ക് മാസിഡോണിയൻ മാൻ്റെ മാടി വിളിക്കുന്ന ആ വിഷൻ കൊടുത്താണ് അവരെ അയക്കുന്നത്. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ചില വഴികളിലേക്ക് അയക്കും. ടഫായിരിക്കും. നിന്നെ വിളിച്ച ദൈവമാരാ? വിശ്വസ്തൻ. ചിലപ്പോൾ നീ ആഗ്രഹിക്കുന്ന പട്ടണത്തിന്റെ അനുഭവമായിരിക്കത്തില്ല, പീഡനമായിരിക്കാം, നമുക്ക് പൊരുന്ന മനുഷ്യരായിരിക്കാം, നിന്നെ നഗ്നരാക്കി അടിക്കാം, തടവറകൾക്കകത്ത് നിന്നെ അടയ്ക്കാം. പക്ഷെ ആരാ നിന്നെ വിളിച്ചത്? പരിശുദ്ധാത്മാ. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുമ്പോൾ ചില വേദനകളുടെ പാതകൾ കൂടി നിന്നെ നയിച്ചു എന്ന് വരാം. പക്ഷെ നീ സറണ്ടർ ചെയ്യ്. ദൈവത്തിന് ഇഷ്ടത്തിന് വേണ്ടി സറണ്ടർ ചെയ്യ്. പ്രവർത്തിക്കുന്നവൻ ദൈവമാണ്. And when we see how, even though the Holy Spirit led them, they still went to prison, they were still being. When we check verse 25, though, they still sang hymns and praises to God, even in that difficult moment. ശ്രദ്ധിക്കണം. ആത്മാവ് അയച്ചതെങ്കിലും അവര് പിടിക്കപ്പെട്ടു. അവരുടെ വസ്ത്രം നഗ്നരാക്കിയെന്ന് ടൗണിന്റെ നടുവിൽ അവരെ വ്യവസ്ഥരാക്കി നിർത്തി. ബീറ്റപ്പ് ചെയ്തു. ഒരു കോട്ടും കൂടാതെ, നീതിയില്ലാതെ അവരെ വലിച്ച മുറിപ്പെട്ടവരായി സെല്ലിന്റെ ഇന്നർ സെല്ലിനകത്ത് കൊണ്ട് കാലും കൈയും ആപത്തിലിട്ട് പൊട്ടി. പക്ഷെ എന്താ? പക്ഷേ പരിശുദ്ധാത്മാവിനെ കിട്ടുപോയി. നിങ്ങള് ക്രിസ്തീയ മാർഗം വഴി നിങ്ങൾ പഠിക്കുന്ന ഗ്രഹിക്കണം. ചില സ്വന്തം പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുമ്പോൾ ചില വഴികളിൽ എന്ന് വെച്ചുകൊണ്ട് കർത്താവിന്റെ കൂടെ ഇല്ലെന്നല്ല. അവിടെ നോക്കണം, അവര് കരയുകയും പരിശുദ്ധാത്മ നിന്നിട്ട് ഇങ്ങനെ ചെയ്തോ കർത്താവ് എന്ന് പറയാനില്ല. രാത്രിയായപ്പോൾ പ്രാർത്ഥിച്ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് പാട്ടായിട്ട് അങ്ങനെ മാറി, ആരാധനയായിട്ട് മാറി. കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ കുലുങ്ങി, ആമങ്ങൾ അഴിഞ്ഞു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗ്രഹവാതിലുകൾ മലർക്കെ തുറന്നു. നിന്നെ ദൈവം വിളിച്ചിട്ട് കൃപയ്ക്കുള്ളിലാക്കി ഗൈഡൻസ് കൊടുത്ത് അയക്കുമ്പോൾ ചില തീച്ചുളയ്ക്കാത്തതിനെ തകർക്കാനല്ല കുഞ്ഞെ, ഉടയ്ക്കാനല്ല, ചിലരുടെ ചങ്ങലകൾ പൊട്ടിക്കാൻ, ചിലരുടെ കാരാഗ്രഹവാതിൽ തുറക്കാൻ
മക്കതോനിയക്കാരനായ പുരുഷൻ കൃപയ്ക്കുള്ളിലേക്ക് വരാം. ഉത്തരവ വെളിച്ചം ചോദിച്ചുകൊണ്ട് മാസിഡോണിയൻ മാൻ ചാടി അകത്തു നിന്നിട്ട് പറഞ്ഞു, അവൻ ഞാൻ എന്ത് ചെയ്യണം? What shall I do? നിന്നെ അയക്കുന്ന ഇടങ്ങളിൽ പീഡനങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇട്ടേച്ചോടുന്നവനല്ല വിശ്വാസി. വിശ്വാസി ഉറച്ചു നിൽക്കുന്നവനാ, അവൻ ദൈവത്തെ അറിയുന്നവനാ. So when we go back to this Isaiah verse we talked about, it says his ways are above our ways, even though it might be difficult. At the end, that jailer was saved and the doors were open. ആമേൻ. പ്രിയമുള്ളവരെ, ആമേൻ. മടങ്ങി പോകട്ടെ. നമ്മുടെ ദൈവം വിളിച്ചതും വിശ്വസ്തനാ. ആമേൻ. നിന്നെ കഷ്ടങ്ങൾ കൂടി മാത്രം വിടുന്നതല്ല, കഷ്ടങ്ങൾ വിടുമ്പോൾ ഒരു പർപ്പസ് ഉണ്ട്. ആ വേദന നീ കൊടുക്കുന്ന വേദന ചിലരുടെ ഉദ്ധാരണത്തിന് മുഖാന്തരമാകും. നിന്റെ കുടുംബത്തിന്റെ ആകാം, നിന്റെ കൂട്ടുകാരുടെ ആകാം, നീ പോയിരിക്കുന്ന അപരിചിതരായ നീ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാരുടെ ആകാം. അവരുടെ ഡെലിവറൻസിനും അവരുടെ വിടുതലുമാക്കി നിന്റെ ജീവിതത്തിന്റെ വേദനകളെ എന്റെ ദൈവം മാറ്റും. So let us take the time to praise God wherever the moment is. You might be going through suffering, you might be going through a time of joy. Whatever the moment is, take the time to praise God. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നീ കടന്നു പോകുന്ന സാഹചര്യം എന്താണെങ്കിലും അവനെ ആരാധിക്കാൻ സമയമെടുക്കാം, അവനെ സ്തുതിക്കാൻ സമയമെടുക്കാം. നിന്റെ ജീവിത സാഹചര്യങ്ങളെ ദൈവം കരങ്ങളെടുത്തിട്ട് അനേകരുടെ വിടുതലായിട്ട് പോയിപ്പാൻ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നീ എത്ര ഫെയിലിയർ ആണെങ്കിലും, നീ എത്ര നാണം കെട്ട അവസ്ഥയാണെങ്കിലും, നിന്റെ ഏത് നാണം കെട്ട അവസ്ഥകൾ ഈ കരങ്ങളെടുത്തിട്ട് അനേകർക്ക് വിടുതലാക്കി മാറ്റാൻ കഴിവുള്ള ഒരു അത്ഭുതവാനാം ദൈവമുണ്ട്. And through this praising, we can understand who God is personally in our lives, understand how his ways are above our ways. ഇത് അറിയുമ്പോൾ നീ മനസ്സിലാക്കും നമ്മുടെ വിചാരങ്ങളെക്കാൾ എത്ര ഉന്നതമാണ് ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളെക്കാൾ എത്ര വലിയവയാണ് ദൈവത്തിന്റെ വഴികൾ എന്ന പകൽക്കാലം അവൻ സ്വന്തം അത് തിരിച്ചറിയാൻ ദൈവം തന്നെ പ്രാപ്തനാക്കും. And through this we can examine our own lives, trust in God and surrender our own wills to him. ഇതിൽ കൂടി നമ്മുടെ വഴികളെ തിരിച്ചറിഞ്ഞ് നോക്കി ശോധന ചെയ്ത് ദൈവത്തിന്റെ വഴികളിൽ നമ്മെ തന്നെ സറണ്ടർ ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിയും. May God bless you with these words. ഈ വചനങ്ങൾ ആദ്യമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരമടിച്ച് തീർക്കുന്നത് സുഭിച്ചാട്ടെ.